ഇനി നമുക്ക് അഡ്ജോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറത്തിലേക്ക് പോകാം. അതിൽ തിയറം എന്ന് പറയുന്നത് ലെറ്റ് എ ബി എനി നോൺ സിംഗുലർ മാട്രിക്സ് ദെൻ എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഈക്വൽ അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ഈക്വൽ എ ഡിറ്റർമിനൻറ്റ് ഇൻറ്റു ഐ. ഐ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാട്രിക്സ്. ഓരോന്നോരോന്നായിട്ട് പറയാം. നമുക്ക് പറയാനുള്ള ഒരു തിയറമാണ്, അത് ഈക്വലായി വരുന്നൊരു തിയറം. ലെറ്റ് എ എന്ന് പറയുന്നത് ഒരു മാട്രിക്സ് ആണ്. ബി എനി നോൺ സിംഗുലർ മാട്രിക്സ്. എന്താ ഈ സിംഗുലർ മാട്രിക്സ് അല്ലെങ്കിൽ നോൺ സിംഗുലർ മാട്രിക്സ് എന്ന് പറയുന്നത്? സിംഗുലർ മാട്രിക്സ് നമ്മൾ പഠിച്ചതാണ്. സിംഗുലർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ, എ ഡിറ്റർമിനൻറ്റിന് 0 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗുലർ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നോൺ സിംഗുലർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 0 അല്ലാതെ, അതായത് നമുക്ക് നമ്പേഴ്സ് വരികയാണ്, അത് നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ, നമുക്ക് നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കറക്റ്റായിട്ട് നമുക്ക് ഫിഗർ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ സിംഗുലർ മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബി എനി നോൺ സിംഗുലർ മാട്രിക്സ് ദെൻ എ എന്ന് പറയുന്നത് നമുക്ക് തന്ന മാട്രിക്സ് ഇൻറ്റു ചെയ്യാണ്. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കോഫാക്ടർ കണ്ടിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടാലാണ് നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടുക. അങ്ങനെ കിട്ടുന്ന മാട്രിക്സും നമുക്ക് ഓൾറെഡി തന്ന മാട്രിക്സിനെ അതുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നതും, അഡ്ജോയിൻ്റ് കിട്ടിയിട്ട് ആ മാട്രിക്സിനെ എ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതും എല്ലാ സമയത്തും ഒരുപോലെ ആവണം എന്നില്ല. എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും, എ ബി എന്ന് പറയുന്ന രണ്ട് മാട്രിക്സ് ആണെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നതും ബി ഇൻറ്റു എ എന്ന് പറയുന്നതും രണ്ടും ഡിഫറെൻ്റ് ആൻസേഴ്സ് നമുക്ക് കിട്ടാം, ഒരുപോലെ ആവണം എന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുന്നത്. എ എന്ന് പറയുന്ന മാട്രിക്സിനെ എൻ്റെ അഡ്ജോയിൻ്റ് കണ്ടിട്ട് അതുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നതും അഡ്ജോയിൻറ്റിനെ എ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതും എന്തിന് ഈക്വലായി വരും? എ ഡിറ്റർമിനൻ്റ്. ഇത് 0 ആയി പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത് എനി നോൺ സിംഗുലർ മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഐ. ഐ എന്ന് പറയുന്നത് എന്താ? യൂണിറ്റ് മാട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മാട്രിക്സ്. നിങ്ങൾക്ക് അറിയാലോ, 1 1 1, അതേഴ്സൊക്കെ 0 ആയി വരും. ഇങ്ങനെയുള്ള ഒരു തിയറം, ഇങ്ങനെയുള്ള ഒരു മാട്രിക്സിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് തിയറത്തിൽ പറയുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിലൊരു എക്സാമ്പിൾ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ പറയുന്നത് ഫൈൻഡ് ദ അഡ്ജോയിൻ്റ് എ ഫോർ ദ മാട്രിക്സ് എ. മാട്രിക്സ് എ എന്ന് പറയുന്നത് ഇതാണ്, 1 4 5 3 2 2 0 1 -3. എല്ലാവരും ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കണം. അതായത് ഇതിൻ്റെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനാണ്. അഡ്ജോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് ഫൈൻഡ് ദ അഡ്ജോയിൻ്റ് എ ഫോർ ദ മാട്രിക്സ് എ. എന്ന് പറയുന്ന മാട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് പ്രൂവ് ദാറ്റ്. പ്രൂവ് ചെയ്യേണ്ടത് ഏതാ? നേരത്തെ നമ്മൾ തിയറത്തിൽ എഴുതിയത് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഈക്വൽ അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ഈക്വൽ എ ഡിറ്റർമിനൻറ്റ് ഇൻറ്റു ഐ ആണ്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം, ഞാനിതിൽ ചെയ്യുന്നില്ല. എ എന്ന് പറയുന്ന മാട്രിക്സ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഓരോ എലമെൻസിൻ്റെയും കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ നിങ്ങളൊരു മാട്രിക്സിലാക്കി മാറ്റാം. ആ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കിട്ടും? അഡ്ജോയിൻ്റ് എ കിട്ടും. അഡ്ജോയിൻ്റ് എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് -8 17 -2 9 -3 13 3 -1 -10 ആണ്. ഇനി അഡ്ജോയിൻ്റ് എ. ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ആണ്. ഈ ഒരു മാട്രിക്സിനെ ഈ മാട്രിക്സ് കൊണ്ട് ഈ മാട്രിക്സ് ആദ്യം എഴുതുക, ഇത് സെക്കൻഡ് എഴുതിയിട്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2 മാട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മാട്രിക്സ് നിങ്ങൾക്ക് പഠിച്ചതാണ്. ഫസ്റ്റ് റോ എടുക്കും, ഫസ്റ്റ് കോളം എടുക്കും, ആഡ് ചെയ്യും, എഴുതും. പിന്നെ ഫസ്റ്റ് റോ എടുക്കും, സെക്കൻഡ് കോളം എടുക്കും, ആഡ് ചെയ്യും, അടുത്ത എലമെൻറ്റിന് എഴുതും. അങ്ങനെ 2 മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, 2 മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. അതിൽ ആദ്യം വരുന്നത് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 43 0 0 0 43 0 0 0 43 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്,
ഇത് ഒരു യൂണിറ്റ് മെട്രിക്സ് ആണ്, പക്ഷെ 43 സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതാണ്. ഈ 43നെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബാക്കി ആരേ വരുള്ളൂ? 1 മാത്രമേ വരുള്ളൂ. അപ്പം നമുക്കിതിനെ വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? 43 ഇൻറ്റു 100 010 001 ഇങ്ങനെ എഴുതാം. അതായത് 43 ഇവിടെ 43 43 43 ബാക്കി എലമെൻറ്റ്സ് ഒക്കെ 0 ആണ്. അപ്പോൾ 43 ഇവിടെ കോമൺ ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഈ 43നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 43 43 ഇൻറ്റു 0 0 43 ഇൻറ്റു 0 0. അങ്ങനെ 43നെ മാത്രമായിട്ട് ഞാൻ എന്ത് ചെയ്തു? പുറമേക്ക് എടുത്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെ തിയറത്തിൽ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ യൂണിറ്റ് മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതെന്തായി മാറി? ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ഇപ്പോൾ ചെയ്തത് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏതാ? അഡ്ജോയിൻ്റ് എനെ എ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതായത് ഈ മാട്രിക്സിനെ ആദ്യം എഴുതിയിട്ട് സെക്കൻഡ് ഈ മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അങ്ങനെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതും 43 0 0 0 43 0 0 0 43 ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ 43 100 0 010 001 ഇങ്ങനെയാക്കിയിട്ട് മാറ്റി എഴുതി വെക്കാം. ഇതാണ് അഡ്ജോയിൻ്റ് എനെ എ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴും. എല്ലാ കേസിലും അങ്ങനെ വരണം എന്നില്ല. ഈ ഒരു തിയറത്തിൽ നമ്മൾ അതിനെ പ്രൂവ് ചെയ്യുകയാണ്. ഇനി എ ഡിറ്റർമിനൻ്റ് കാണണം. എ ഡിറ്റർമിനൻ്റ് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? 43 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 43 ആൻസർ കിട്ടണം. ഇനി 43 കിട്ടി. അപ്പോൾ ഇവിടെ എന്തായി? എ ഇൻറ്റു അഡ്ജോയിൻ്റ് എയും അഡ്ജോയിൻ്റ് എ ഇൻറ്റു എയും ഏതിന് ഈക്വലായി? 43 ഒരേ ഈക്വൽ ആയിട്ടുണ്ട് അല്ലേ? 43 ഇൻറ്റു യൂണിറ്റ് മെട്രിക്സ്. ഈ 43 എന്ന് പറയുന്ന യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 43 അവിടെ എന്തായി മാറി? എ ഡിറ്റർമിനൻ്റായി. അപ്പോൾ എ ഡിറ്റർമിനൻറ്റിനെ ഐ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതല്ലേ? ഈ ഐ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതല്ലേ ഇത്? 43 ആണ് എ ഡിറ്റർമിനൻ്റ്. ഇതിനെ കൊണ്ട് ഐ ഇൻറ്റു ചെയ്യുന്നതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഈക്വൽ ആണ് അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ഈക്വൽ എ ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഐ. ഇങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് അഡ്ജോയിൻറ്റിൽ വരുന്നത്. കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് കോഫാക്ടർ കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിൻ്റ് കിട്ടും. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ഇഫ് ദർ എക്സിസ്റ്റ് എ സ്ക്വയർ മെട്രിക്സ് ബി സച്ച് ദാറ്റ് A into B equal B into A equal I mean identity matrix. Then B is said to be the inverse of A and is denoted by A inverse or A raised to -1. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാം. അപ്പോൾ എ എന്ന് പറയുന്നൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന വേറെ ഒരു മെട്രിക്സ്. എയും ബിയും രണ്ട് മെട്രിക്സുകളാണ്. അതിൻ്റെ പേരുകളാണ് ഒന്ന് എയും ഒന്ന് ബിയും. അപ്പം എനെ ബി കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴും ബീനെ എ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എൻ്റെ ഇൻവേഴ്സാന്ന് പറയാം, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ബീൻ്റെ ഇൻവേഴ്സാന്ന് പറയാം. അതാണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുന്നത്. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും രണ്ട് സ്ക്വയർ മെട്രിക്സ് ആണ്. എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ ബീനെ നമുക്ക് എൻ്റെ ഇൻവേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? എനെ നമുക്ക് ബീൻ്റെ ഇൻവേഴ്സ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ഇൻവേഴ്സ് ആണ്. അപ്പം ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എ റേസ് ടു -1 പോലെ.
ഓർ നെഗറ്റീവ് ഡാഷ്, എങ്ങനെ വേണമെങ്കിലും. അതായത് ഈ ഒരു രീതിയിലാണ് നമ്മൾ എ ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബി എന്ന് പറയുന്നത് എൻ്റെ ഇൻവേഴ്സാണ്. സോ എ ഇൻറ്റു എ ഇൻവേഴ്സ്, ഇതിനെ മാറ്റി എഴുതിയതാണ്. ബി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണെങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് നമുക്ക് പറയാം. അതൊരു തിയറമാണ്, ഒരു ഇക്വേഷൻ രൂപത്തിൽ എല്ലാവരും എഴുതി വെക്കുക. ഇനി നമുക്ക് ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് പറയുന്നത്. എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ അഡ്ജോയിൻറ്റ് എ ഡിവൈഡഡ് ബൈ എ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ നിങ്ങളോട് ഒരു മാട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അഡ്ജോയിൻ്റ് കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം? ഒരു മാട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം കോഫാക്ടർ കണ്ടുപിടിക്കണം, വേണ്ടേ? കോഫാക്ടർ കണ്ടുപിടിക്കണം. ഈ കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ട്രാൻസ്പോസ് കാണണം. ട്രാൻസ്പോസ് കണ്ടാലാണ് നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കിട്ടുന്നത്? അഡ്ജോയിൻ്റ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന അഡ്ജോയിൻറ്റിന് നിങ്ങൾ ഡിറ്റർമിനൻ്റ് കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ചെറുതായിരിക്കും. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മാട്രിക്സ് എന്ന് പറഞ്ഞിട്ട് 3 ഓർഡറോ 4 ഓർഡറോ തന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കോഫാക്ടർ കാണുക. കോഫാക്ടർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു റോൻ്റെ കണ്ടാൽ പോരാ, ഓരോന്നിൻ്റെയും ഇപ്പോൾ 4 ഓർഡർ മാട്രിക്സ് ഒക്കെ ആവുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കണം. അതായത് 4 × 4 16 എലമെൻറ്റ്സ് വരും. അപ്പം മൊത്തം കണ്ടുപിടിക്കേണ്ടി വരും. ഇത് കണ്ടുപിടിച്ചിട്ട് അതിനെന്ത് ചെയ്യണം? ട്രാൻസ്പോസ് ചെയ്യണം. ട്രാൻസ്പോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിൻ്റ് കിട്ടും. ഈ അഡ്ജോയിൻറ്റിനെ ഡിറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻവേഴ്സ് കിട്ടും. അങ്ങനെയാണ്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് കാണാനുള്ള ഒരു എക്സാമ്പിളാണ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മാട്രിക്സ് -5 1 1 7. അപ്പോൾ നമുക്കറിയാം ഇതിൽ നമുക്ക് നേരിട്ട് അഡ്ജോയിൻ്റ് കാണാനുള്ള ഒരു എളുപ്പവഴി ഏതാണ്? ഇതിനെ രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. 7ഉം -5ഉം. ഇനി ബാക്കിയുള്ളതിന് എന്ത് ചെയ്യണം? പ്ലേസ് മാറ്റരുത്, പക്ഷെ സൈൻ എന്ത് ചെയ്യണം? മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതാണ് അഡ്ജോയിൻ്റ് എ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അഡ്ജോയിൻ്റ് എ. ഇനി എന്ത് ചെയ്യണം? എ ഡിറ്റർമിനൻ്റ് കാണണം. എ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെങ്ങനെയാണ് കാണുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ചെയ്യുക. -5 × 7 -1 × 1. ഇത് എ ഡിറ്റർമിനൻ്റ് കാണുന്ന സമയത്ത് അഡ്ജോയിൻ്റ് എ എന്ന് പറയുന്ന മാട്രിക്സിൽ ഇരുന്ന് ചെയ്യരുത്, അത് മാറിപ്പോകരുത്. എ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സ്ക്വയർ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ അതിൽ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതെന്ത് വരും? -35 - 1 = -36 ആണ് വരുന്നത്. -36. നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജോയിൻ്റ് എ ഡിവൈഡഡ് ബൈ എ ഡിറ്റർമിനൻ്റ് -36 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് എ ഡിവൈഡഡ് ബൈ എ ഡിറ്റർമിനൻ്റ് ആണ്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 7/36 മൈനസ് ദെൻ 1/36. കാരണം -1ഉം -36ഉം കൂടി ആവുന്ന സമയത്ത് മൈനസ് കട്ട് ചെയ്തു പോയി. ദെൻ വീണ്ടും 1/36ഉം പിന്നെയോ 5/36ഉം. ഇത്രയാണ് നമുക്ക് ഇതൊരു മാട്രിക്സ് രൂപത്തിൽ തന്നെ എഴുതണം. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് പോയിൻ്റ് രൂപത്തിൽ എഴുതുകയാണെങ്കിൽ അങ്ങനെയും എഴുതാം. ഇതിപ്പോൾ നേരിട്ടൊരു കണക്ക് ചെയ്തതേ ഉള്ളൂ. ഇത്രയാണ് ഇൻവേഴ്സ് വരുന്നത്.